പ്രമേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈംഗിക താല്പര്യങ്ങളില്ല, ലൈംഗിക ജീവിതം അവിടെ അവസാനിച്ചു. പ്രമേഹം ഡെഫിനറ്റ്ലി ലൈംഗിക ജീവിതത്തിനെ ബാധിക്കാം. ലൈംഗിക ബന്ധത്തിനിടയിൽ അറ്റാക്ക് വന്ന് മരിച്ചു. അപൂർവമായി കേട്ടിട്ടുള്ള വാർത്തകളാണ്. ഇപ്പം മലയാളത്തിലൊരു സെലിബ്രിറ്റിയുടെ മരണം അങ്ങനെയായിരുന്നു എന്നൊക്കെ. ഉദാഹരണ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വയഗ്ര കഴിക്കും എന്ന് പലരും ഉപദേശിക്കാറുണ്ട്. ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരറിയുന്നില്ല. വയഗ്ര കഴിക്കുകയും ചെയ്തു, എന്നാൽ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുകയും ചെയ്തു. അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളുണ്ട്. ഇത് മെഡിക്കൽ എമർജൻസിയാണ്. അപ്പോൾ അത് ഉടനെ തന്നെ യൂറോളജിസ്റ്റിനെ കണ്ട് ഇതിലുള്ള രക്തമൊക്കെ ഡ്രെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ലൈംഗിക ശേഷി തന്നെ നഷ്ടപ്പെടാം. ഓർ ഈവൻ ആ വ്യക്തിയുടെ ജീവിതം തന്നെ അപായത്തിലേക്ക് എത്താം. ഒരു മെഡിക്കൽ എമർജൻസിയാണ്. വളരെ കോഷ്യസ് ആയിട്ട് ഉപയോഗിക്കേണ്ട മരുന്ന് വളരെ ഈസി ആയിട്ട്, വളരെ കെയർലെസ് ആയിട്ടാണ് നമ്മുടെ സമൂഹം ഉപയോഗിക്കുന്നത്. ചുരുക്കം ചില ആളുകളെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഈ സ്വയംഭോഗം ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാകും. ഒരു കുറ്റബോധം, എന്തിനാണ് ഞാനത് ചെയ്തത്. എക്സാക്ട്ലി. അപ്പോൾ അതിനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലൈംഗിക വിദ്യാഭ്യാസമില്ല. ചില രണ്ട് മനുഷ്യരുടെ ലൈംഗിക ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ വില്ലനായി വരുന്നത് പലപ്പോഴും പ്രമേഹമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പ്രമേഹവും ലൈംഗികതയും ഇത് തമ്മിലുള്ളൊരു കണക്ഷൻ എപ്പോഴും വില്ലൻ വേഷത്തിലാണ് പ്രമേഹം കടന്നു വരാറുള്ളത്. പ്രമേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈംഗിക താല്പര്യങ്ങളില്ല, ലൈംഗിക ജീവിതം അവിടെ അവസാനിച്ചു എന്നാണ് പൊതുവിലുമുള്ള വെപ്പ്. സത്യത്തിൽ അങ്ങനെയാണോ? പ്രമേഹം ഡെഫിനറ്റ്ലി ലൈംഗിക ജീവിതത്തിനെ ബാധിക്കാം. പക്ഷേ അതേ രീതിയിൽ തന്നെ ആ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ലീഡ് ചെയ്യാനും സാധിക്കും. പക്ഷെ പലപ്പോഴും ഈ മരുന്ന് കൊണ്ട് മാത്രം പ്രമേഹം അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മരുന്ന് ആവശ്യമുണ്ട്, ആഹാര രീതികൾ ആവശ്യമുണ്ട്, അതേപോലെ വ്യായാമം, അതുപോലുള്ള ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ നമ്മൾ ഈ പറയുന്ന പോലെ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. കാരണം പ്രമേഹം ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ 70-80% സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പക്ഷെ അതിൻ്റെ അർത്ഥം പ്രമേഹം വരുന്ന എല്ലാവർക്കും ലൈംഗിക പ്രശ്നം ഉണ്ടാകണമെന്നില്ല. പ്രമേഹം കൺട്രോൾ ചെയ്ത്, അതായത് നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും. അപ്പോൾ നോർമൽ എന്ന് പറയുമ്പോൾ ഇതെല്ലാ രീതിയിലും നമ്മുടെ പ്രമേഹം മൂലം ഹാർട്ട് അറ്റാക്ക് വരാം. അതേപോലെ തന്നെയാണ് ലിംഗത്തിലേക്കും ക്ലൈറ്റോറിസിലോട്ടും എല്ലാം പോകുന്ന രക്തഓട്ടം കുറയുകയും. സോ അതുമൂലം ശാരീരികമായിട്ടുണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ ശാരീരികമായിട്ടുണ്ടാകുന്ന പ്രശ്നം മൂലം അത് മാനസികമായിട്ട് വരും. സോ ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അപ്പോൾ ഇതൊരു ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ പോലെ പ്രമേഹമുണ്ട് അല്ലെങ്കിൽ പ്രമേഹമുള്ള വ്യക്തിയാണെങ്കിലും, അത് സ്ത്രീ ആണെങ്കിലും ശരി, പുരുഷനാണെങ്കിലും ശരി, ആ ഒരു ശരിയായ രീതിയിൽ അത് കോംപ്രിഹെൻസീവായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ലൈംഗിക ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും പ്രമേഹം വന്നു, എൻ്റെ ലൈംഗിക ജീവിതം തീർന്നു, അതിനുവേണ്ടി ലൈംഗിക ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ജനങ്ങൾ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ കോർ ഇഷ്യൂ, അതായത് പ്രമേഹം മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണെങ്കിൽ ആ പ്രമേഹം കൺട്രോൾ ചെയ്യാതെ മറ്റ് മരുന്നുകൾ എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ ലൈംഗിക ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കിട്ടില്ല. ഇപ്പം നമ്മൾ ഈ പത്രങ്ങളും ചാനലുകളും ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിനിടയിൽ അറ്റാക്ക് വന്ന് മരിച്ചു. അപൂർവമായി കേട്ടിട്ടുള്ള വാർത്തകളാണ്. ഇപ്പം മലയാളത്തിലൊരു സെലിബ്രിറ്റിയുടെ മരണം അങ്ങനെയായിരുന്നു എന്നൊക്കെ കിംവദന്തികൾ ഇങ്ങനെ പരന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. അങ്ങനെയുള്ള അതിനുള്ള സാധ്യത ഉള്ള വ്യക്തികൾ, ഇപ്പോൾ കോമോർബിഡിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തികളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓട്ടം ഓടുന്ന സമയത്ത് കുഴഞ്ഞു വീണ് ജിമ്മിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, സോ അതുപോലെയുള്ള വളരെ ഇപ്പോൾ ഇതുള്ള എന്തെങ്കിലും മറ്റ് കാരണങ്ങളായിട്ട് അസുഖങ്ങളുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ഇതും ഒരു കാരണമാകാം. പക്ഷെ അതല്ലാതെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മുടെ ഇപ്പോൾ പഴയ ക്രിക്കറ്റ് കോച്ചിൻ്റെ ഒരു കാര്യം, അദ്ദേഹം മരണപ്പെട്ട് കിടന്നു എന്നുള്ളതിൻ്റെ ഇപ്പോൾ ഇടയ്ക്ക് ലാസ്റ്റ് വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പിന്നീട് എന്തോ പറയപ്പെട്ടത്. അപ്പോൾ അതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമൂഹത്തിന് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ വയഗ്ര എന്ന് പറയുന്ന ടാബ്ലറ്റ് അതിൻ്റെ മറ്റ് ബ്രാൻഡുകളാണ് സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. അത് ഓവർ ദ കൗണ്ടർ കൊടുക്കാൻ പാടുള്ളതല്ല, ഷെഡ്യൂൾ എച്ച് ഡ്രഗ് ആണ്. പക്ഷെ അപ്പോൾ ഈ മരുന്ന് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അത് പരീക്ഷണം തുടങ്ങിയത്
ഹൃദയ സംബന്ധമായ വേദനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓ. അപ്പോൾ ഹൃദയ ആൻജിന എന്ന് പറയും, ഹൃദയത്തിലുണ്ടാകുന്ന നമ്മുടെ ഹാർട്ട് അറ്റാക്കിന് മുമ്പുണ്ടാകുന്ന വേദന, ആ ആൻജിനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ മരുന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. ആ പരീക്ഷണത്തിനിടയ്ക്ക് യാദൃച്ഛികമായിട്ട് കണ്ടെത്തിയാണ് ഈ മരുന്ന് കഴിക്കുന്ന വ്യക്തിയിൽ ലിംഗം ഉദ്ധരിച്ച് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ മരുന്ന് ഈ ഉദ്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് കണ്ടെത്തി പരീക്ഷണം കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ വയഗ്രയായിട്ട് ഒരു വണ്ടർ ഡ്രഗായിട്ട് നമ്മുടെ ഇത് വന്നു. അത് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഹൃദയത്തിലേക്കുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ലങ്സിൻ്റെ പ്രഷർ കുറയ്ക്കാനും ഇപ്പോഴും ആ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരു കോമൺ മാൻ അറിയില്ല. ഓക്കെ. അപ്പോൾ ഈ മരുന്ന് ഓവർ ദ കൗണ്ടർ പോയി അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ സുലഭമായിട്ട് ഇത് കിട്ടും, ഔട്ട് ഓഫ് ദ വേ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് എത്തുമെന്നുള്ളത് അവരറിയുന്നില്ല. ചിലർ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വയാഗ്ര 50, 100 സ്വന്തം ഇഷ്ടത്തിന് ഇതിലുള്ളത് ശരിയായ രോഗനിർണയം നടത്തി അത് ഒരു ഡോക്ടറിൻ്റെ ഒരു അസസ്മെൻ്റ് ഇല്ലാതെ ഇതുപോലുള്ള മരുന്ന് കഴിക്കുന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല. കാരണം അയാൾ സ്വയം പ്രശ്നത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം ഒരാൾക്ക് ഈ പറഞ്ഞ വയഗ്ര എന്ന് പറയുന്ന മരുന്ന് ലിംഗത്തിലേക്കുള്ള രക്തഓട്ടം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ്. ഒരു നോർമലായിട്ട് രക്തഓട്ടമുള്ള വ്യക്തി ഈ മരുന്ന് കഴിക്കുന്നതിൽ എന്താണ് അതിൻ്റെ ലോജിക്? ഇപ്പം ഒരു നോർമൽ BP ഉള്ള ഒരു വ്യക്തി ആ BP-ക്കുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? സോ അതേ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സമൂഹം വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഉദ്ധാരണ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വയഗ്ര കഴിക്കും എന്ന് പലരും ഉപദേശിക്കാറുണ്ട്. ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരറിയുന്നില്ല ഇത് അവരുടെ ശരീരത്തിന് അവരുണ്ടാക്കുന്ന പ്രശ്നമാണ്. ഈ പറയുന്ന ശരിയായ രീതിയിലുള്ള അസസ്മെൻ്റ് ആണ് ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞ 4 ഘടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ആ 4 പാരാമീറ്റേഴ്സും അസസ് ചെയ്യാതെ ഈ പറഞ്ഞ നേരെ പോയി വയഗ്ര എടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അതിന് ഒരു ശാശ്വത പരിഹാരവും ഉണ്ടാകില്ല. പിന്നെ ജീവിതം മുഴുവനും ഇതിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഈ വയഗ്ര കഴിച്ചതിന് ഇതൊന്നും അറിയാതെ വയഗ്ര കഴിച്ചതിന് ശേഷം അയാളൊരു ഇന്റർകോഴ്സ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇത് കഴിക്കുന്നത്. ഇത് നടക്കാതെ വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. ചില പ്രത്യേക സാഹചര്യങ്ങൾ വയഗ്ര കഴിക്കുകയും ചെയ്തു, എന്നാൽ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുകയും ചെയ്തില്ല. അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നില്ല. അല്ലേ, വയഗ്ര മരുന്നിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. അതല്ലാതെ ഈ പറഞ്ഞ പോലെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഈ വയഗ്രയുടെ വേറെ ഒരു ഇതുണ്ട്. അതായത് ഈ ഉദ്ധരിച്ച് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് എനിക്ക് ആ ടേം മറന്നുപോയി. അപ്പോൾ അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അപ്പോൾ ഈ ഉദാഹരണം നഷ്ടപ്പെടാതെ, ഇപ്പം ഈവൻ നഷ്ടപ്പെടാതെ അത് അങ്ങനെ തന്നെ ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇത് മെഡിക്കൽ എമർജൻസിയാണ്. അപ്പോൾ അത് ഉടനെ തന്നെ യൂറോളജിസ്റ്റിനെ കണ്ട് അതിനുള്ള മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുകയും ഇതിലുള്ള രക്തമൊക്കെ ഡ്രെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ലൈംഗിക ശേഷി തന്നെ നഷ്ടപ്പെടാം. ഓർ ഈവൻ ആ വ്യക്തിയുടെ ജീവിതം തന്നെ അപായത്തിലേക്ക് എത്താം. ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പല സങ്കീർണതകളും ഈ മരുന്നിനുണ്ട്, വളരെ റയർ ആണെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് ഉപയോഗിക്കേണ്ട മരുന്ന് വളരെ ഈസി ആയിട്ട്, വളരെ കെയർലെസ് ആയിട്ടാണ് നമ്മുടെ സമൂഹം ഉപയോഗിക്കുന്നത്. സ്വയംഭോഗം തെറ്റാണെന്ന് കരുതുന്ന ഒരു വലിയ സമൂഹം ഇപ്പോഴും ഉണ്ട്. നമ്മുടെ നാട് എത്ര വികസിച്ചു എന്ന് പറഞ്ഞാലും അത് തെറ്റാണ് എന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഉണ്ട്. സത്യത്തിൽ സ്വയംഭോഗം തെറ്റോ ശരിയോ? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈംഗിക വിദ്യാഭ്യാസം നമുക്ക് ഒരിടത്തും കിട്ടുന്നില്ല. നമുക്ക് സോക്കോൾഡ് സെക്സ് എഡ്യൂക്കേഷൻ, ഈ പറയുന്ന കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ യഥാർത്ഥ ശാസ്ത്രീയമായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പം പലപ്പോഴും കിട്ടുന്ന സ്കൂളുകളിൽ സാധാരണ കിട്ടുന്നത് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഓഫ് സെക്സ് ആണ് പറയുന്നത്. ഇപ്പോൾ ബാഡ് ടച്ച് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം, STD എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം, അൺവാണ്ടഡ് പ്രഗ്നൻസി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഒരു ലൈംഗിക വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ശരിയായ രീതിയിലുള്ള ലൈംഗികത വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ അതിൽ ഒരു ഘടകമാണ് ഈ സ്വയംഭോഗം. ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് നമ്മുടെ ഒരു ലൈഫ് സ്കില്ല് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആ ലൈഫ് സ്കില്ലിൽ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാനുള്ള ഇത് വേണം.
അല്ലേ? ഇപ്പോൾ നീന്താനുള്ള ഇത് വേണം. അപ്പോൾ അതേപോലെ തന്നെ സ്വന്തമായിട്ട് ശരീരത്തിനെ മനസ്സിലാക്കാനും ശരീരത്തിൽ തൃപ്തി വരുത്താനും ആ വ്യക്തിക്ക് കഴിവുണ്ടാകണം. പക്ഷേ അത് ശരിയായ രീതിയിലായിരിക്കണം. പലപ്പോഴും സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റായ രീതിയിലും തെറ്റായ മാർഗങ്ങളിൽ കൂടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതല്ലാതെ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് അതുമൂലം ഒരു ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉള്ള നേരിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. പക്ഷേ പലപ്പോഴും സമൂഹം ധരിക്കുന്നത് സ്വയംഭോഗം ചെയ്യുന്നത് മൂലം അഡിക്ഷനിലേക്ക് പോകുന്നു. അത് നമ്മൾ സാധാരണ ആഹാരം കഴിക്കുന്നതിലൂടെ ആരെങ്കിലും ആഹാരം അഡിക്ഷനിലോട്ട് പോകാറുണ്ടോ? അതേപോലെ ഈ യഥാർത്ഥത്തിൽ ഒരു നമ്മുടെ മെഡിക്കൽ പുസ്തകങ്ങളുടെ ഇതനുസരിച്ച് സ്വയം മാസ്റ്റർബേഷൻ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു അസുഖമില്ല. പക്ഷേ അത് പലരും പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത് ഒരു കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നമ്മുടെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ OCD അറിയാലോ. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുകയും അതിലൊന്ന് സംതൃപ്തി കിട്ടാതിരിക്കുന്ന അതൊരു മാനസിക രോഗമാണ്. അപ്പോൾ അതുപോലുള്ള മാനസിക രോഗങ്ങളുടെ ഭാഗമായിട്ട് കൂടുതലായിട്ട് ഈ പറഞ്ഞ സ്വയംഭോഗം അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്ന അത് സ്വയംഭോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നമല്ല. ഈ മാനസിക രോഗം മൂലം ഉണ്ടാകുന്ന അത് കാണിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ശരിയായ അസസ്മെൻറ്റ് നടത്തി ആ മാനസിക രോഗത്തിനാണ് ചികിത്സ നടത്തേണ്ടത്, അല്ല സ്വയംഭോഗത്തിന് ചികിത്സയല്ല. ഇപ്പം ജനങ്ങൾ വിചാരിക്കുന്നത് സ്വയംഭോഗം അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഒരു ആഴ്ചയിൽ എല്ലാ ദിവസവും ഞാൻ സ്വയംഭോഗം ചെയ്തു, ഞാൻ അഡിക്റ്റാണ് എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ രോഗികളിങ്ങനെ വരികയാണ്, അല്ലെങ്കിൽ ക്ലയൻസ് പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ അറിവില്ലായ്മ കാരണം. അപ്പോൾ ഒരാളുടെ ആവശ്യത്തിനനുസരിച്ച് അയാളുടെ ശരീരത്തിൻ്റെയും കപ്പാസിറ്റിയും അവരുടെ ആഗ്രഹത്തിന് ആവശ്യത്തിനും അനുസരിച്ചുള്ള ഈ പറഞ്ഞ സ്വയംഭോഗം ശരിയായ രീതിയിൽ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല അതുമൂലം അയാളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചുരുക്കം ചില ആളുകളെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ സ്വയംഭോഗം ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാകും മനസ്സിലാവും. ഒരു കുറ്റബോധം, എന്തിനാണ് ഞാനത് ചെയ്തത്. എക്സാക്ട്ലി. അപ്പോൾ അതിനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലൈംഗിക വിദ്യാഭ്യാസമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഉപബോധ മനസ്സിനകത്ത് അവിടെ കിടക്കുക. പക്ഷേ എനിക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല, എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ആപ്പിൾ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കഴിച്ചു. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ലാത്തെന്തോ നമ്മൾ ചെയ്തു എന്നുള്ള ഒരു കുറ്റബോധം അതിൻ്റെ അത്. സോ അതേപോലെ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇതാണ് ഈ പറഞ്ഞ സ്വയംഭോഗം. 1950-കളിൽ ഈവൻ മോഡേൺ മെഡിസിനിൽ പോലും ഈ സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റായിട്ടാണ് കണക്കാക്കുന്നത്. 1950s പോലും അത് ഈ പറഞ്ഞ ഇപ്പോഴാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് അതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സാധാരണ ഒരു കോമൺ മാനെ സമയത്തോളം ഈ സമൂഹം ഇതിനെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അത് കണക്കാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയംഭോഗം നമ്മുടെ ഒരു അല്ലെങ്കിൽ ഒരു ലൈംഗിക സംതൃപ്തി കിട്ടുക, സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഇൻവോൾവ് ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് തെറ്റാണ്, ഞാനത് തെറ്റ് ചെയ്തു എന്നുള്ള ആ ചിന്ത, അതാണ് ഈ പറഞ്ഞ പോലെ അത് ഈ മാനസികമായിട്ട് പിരിമുറുക്കത്തിലേക്ക് എത്തുകയും അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ അണ്ടർലൈങ് ആയിട്ട് എന്തെങ്കിലും ഒരു സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ള വ്യക്തിയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ആ ഒരു സൈക്കാട്രിക് ഇഷ്യൂസ് ഇപ്പോൾ വിഷാദ രോഗത്തിലോട്ടൊക്കെ ഇത് പോകാനുള്ള സാധ്യത. അല്ലാതെ ഈ ചെയ്യുന്നത് മൂലം ഒരിക്കലും വിഷാദ രോഗത്തിലോട്ടോ അല്ലെങ്കിൽ മറ്റ് ഇതിലോട്ട് പോകുന്നില്ല. ഇങ്ങനെയുള്ള തെറ്റായ ചിന്തകളും ഇറാഷണൽ ബിലീഫ്സും ഒക്കെയാണ് ഈ പറഞ്ഞ ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്.